ബഗ്ദാദിൽ ഒരു കുയ്മടിയനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനിക്ക് വീണ്ടും വിചാരമുണ്ടായി. ഒന്ന് നന്നാവണം, ഒന്ന് മടിയൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ള ഒരു ബോധോദയം, ഒരു വീണ്ടും വിചാരം അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഈ കുയ്മടിയനായ മനുഷ്യന് ആ നാട്ടിലെ ഏറ്റവും വലിയ തത്വചിന്തകനായ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് അങ്ങ് പോയി. തത്വചിന്തകന്റെ അടുത്തേക്ക് പോയി തത്വചിന്തകനായ വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മടി ഒന്ന് മാറണം, എനിക്ക് എൻ്റെ അലസത ഒന്ന് നീങ്ങി കിട്ടണം. അത് നീങ്ങി കിട്ടാൻ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എനിക്ക് ചെറിയ ഉപദേശങ്ങൾ തന്നാൽ വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ തത്വചിന്തകനായ ഈ ഒരു വ്യക്തി കുയ്മടിയനായ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശയനമുറിയിൽ കട്ടിലിന് അഭിമുഖമായി ഭിത്തിയിൽ ഒരു ചോദ്യചിഹ്നം വരക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ നേരം ആ വരച്ച ചോദ്യചിഹ്നത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ട് ഇന്നത്തെ ദിവസം വിജയത്തിലേക്കാണോ പരാജയത്തിലേക്കാണോ എന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ തത്വചിന്തകൻ പറഞ്ഞതുപോലെ ഈ കുയ്മടിയനായ ബഗ്ദാദിലുള്ള ഈ മനുഷ്യൻ അത് ചെയ്യാൻ തുടങ്ങി, അത് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും ഈ മടിയനായ മനുഷ്യൻ ഈ ചോദ്യചിഹ്നത്തിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിന്തിച്ച് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മടി പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല, മടിയനായി നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇദ്ദേഹം അലസതയിൽ നിന്ന് ജീവിതത്തിലേക്ക് വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വയം മാറ്റമുണ്ടാവണമെന്ന ചിന്ത ഉയരുമ്പോഴാണ് ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയ ശ്രീലാളിതനാവാൻ സാധിക്കുകയുള്ളൂ.